ഗേറ്റഡ് വില്ല കമ്മ്യൂണിറ്റിയിൽ 69 ലക്ഷം രൂപയ്ക്ക് താഴെ 3 കാർ പാർക്കിംഗ് സഹിതം സ്വന്തമാക്കുവാൻ കഴിയുന്ന ഒരു 3BHK ബാത്ത് അറ്റാച്ച് വീടിൻ്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ ഞങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത്. എല്ലാ മാന്യ പ്രേക്ഷകർക്കും വണ്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം. വീടുകൾക്ക് വേണ്ടി ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നവരിൽ ഒരു 80% ആളുകളുടെയും റിക്വയർമെൻ്റ് ആണ് ഗേറ്റഡ് വില്ല കമ്മ്യൂണിറ്റിയിൽ കുറഞ്ഞ വിലയിൽ വീടുകൾ ലഭിക്കുമോ എന്നുള്ളത്. അത്തരക്കാർക്ക് തീർച്ചയായും പരിഗണിക്കാനാകുന്ന ഈ വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് എറണാകുളം ജില്ലയിലെ കാക്കനാടിന് സമീപം പുക്കാട്ടുപടിക്ക് തൊട്ടരികിലായിട്ടാണ്. വലിയൊരു ഗേറ്റഡ് വില്ല കമ്മ്യൂണിറ്റിയിലാണ് ഈ വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ഏകദേശം 99% വീടുകളിലും ഇതിനോടകം തന്നെ താമസം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. 4.100 സെൻറ്റ് ഒറിജിനൽ ലാൻഡിൽ 1780 സ്ക്വയർ ഫീറ്റിൽ 3 ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും സഹിതമായിട്ടാണ് ഈ വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ഈ വീടിൻ്റെ ദർശനം വരുന്നത് വടക്ക് ഭാഗത്തേക്കാണ്. വിശാലമായിട്ടുള്ള 5 മീറ്ററോളം വീതി വരുന്ന വഴിയാണ് നമുക്ക് വീടിന് മുൻഭാഗത്തായി ലഭ്യമാക്കിയിരിക്കുന്നത്. സ്ലൈഡിങ്ങിലും ഫോൾഡിങ്ങിലും തുറക്കാകുന്ന ഗേറ്റുകൾ തുറന്ന് നേരെ പ്രവേശിക്കുന്നത് മനോഹരമായിട്ടുള്ള കടപ്പാക്കല്ലുകൾ പാകി ആർട്ടിഫിഷ്യൽ ഗ്ലാസ് വിരിച്ചിരിക്കുന്ന വീടിൻ്റെ വിശാലമായിട്ടുള്ള മുറ്റത്തേക്കാണ്. 3 കാറുകൾ ഒരേ സമയം പാർക്കിംഗ് സൗകര്യം ലഭിക്കുന്ന ഈ വീട്ടിൽ കുടിവെള്ളത്തിനായി ഉപയോഗപ്പെടുത്തുവാനാവുക കിണർ വെള്ളവും കേരള വാട്ടർ അതോറിറ്റി പൈപ്പ് ലൈൻ കണക്ഷനുമാണ്. ഈ വീട്ടിൽ നിന്ന് ബസ് സ്റ്റോപ്പിലേക്ക് ഏകദേശം 600 മീറ്ററും ചാർട്ടർ ഇൻ്റർനാഷണൽ സ്കൂൾ, കൊച്ചിൻ ഇൻ്റർനാഷണൽ സ്കൂൾ എന്നിവിടങ്ങളിലേക്ക് 2.5 കിലോമീറ്ററും സമറൈറ്റൻ ഹാർട്ട് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് 4 കിലോമീറ്ററും രാജഗിരി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് 6.5 കിലോമീറ്ററും ആലുവ ടൗണിലേക്ക് 11 കിലോമീറ്ററും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 13 കിലോമീറ്ററുമാണ് വഴിദൂരം വരുന്നത്. 2018-ലെയും 19-ലെയും പ്രളയം ബാധിക്കാത്ത ഉയർന്ന പ്രദേശത്ത് ഒരു ഗേറ്റഡ് വില്ല കമ്മ്യൂണിറ്റിയിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ വീടിൻ്റെ എക്സ്റ്റീരിയർ വിശദാംശങ്ങളിൽ നിന്ന് ഇൻറ്റീരിയർ വിശേഷങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. മനോഹരമായിട്ടൊരു ബോക്സി കണ്ടംപററി കൊളോണിയൽ എലിവേഷനാണ് വീടിന് നൽകപ്പെട്ടിരിക്കുന്നത്. ഭംഗിയായി പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ വീടിൻ്റെ മുൻഭാഗത്ത് വലിയൊരു സിറ്റ് ഔട്ടാണ് നമുക്ക് കാണുവാൻ കഴിയുക. 3 ചെയറുകൾ ഒരേ സമയം ഇട്ടിരിക്കുവാൻ സൗകര്യം ലഭിക്കുന്ന ഈ സിറ്റ് ഔട്ടിന് അഭിമുഖമായി സ്റ്റീൽ ഡോറാണ് നമുക്ക് ലഭ്യമാക്കിയിരിക്കുന്നത്. ഇരട്ടപ്പാളിയിൽ തീർത്ത സ്റ്റീൽ ഡോറുകൾ തുറന്ന് നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ വിശാലമായിട്ടുള്ള ലിവിംഗ് ഏരിയ ഭാഗത്തേക്കാണ്. ഭംഗിയാർന്നിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കും വലിയൊരു TV യൂണിറ്റും ഈ ഭാഗത്ത് നമുക്ക് കാണുവാൻ കഴിയും. മൾട്ടിവുഡുകൾ കൊണ്ട് മനോഹരമായിട്ടുള്ള പാർട്ടീഷൻ ചെയ്ത ഈ പാസേജിലൂടെ നമ്മൾ അടുത്തായി പ്രവേശിക്കുന്നത് വീടിൻ്റെ ഡൈനിങ് ഏരിയ ഭാഗത്തേക്കാണ്. വിശാലമായിട്ടാണ് ഈ ഭാഗവും സൗകര്യപ്പെടുത്തിയിരിക്കുന്നത്. നല്ല രീതിയിലുള്ള ഫോൾ സീലിംഗ് വർക്കുകളും നമുക്ക് ഈ ഭാഗത്ത് കാണുവാൻ കഴിയുന്നുണ്ട്. സ്റ്റെയറിന് താഴ്ഭാഗത്തായിട്ടാണ് വാഷ് കൗണ്ടർ നൽകപ്പെട്ടിരിക്കുന്നത്. വളരെ ഒതുക്കത്തിൽ നൽകപ്പെട്ടിരിക്കുന്ന ഈ വാഷ് കൗണ്ടറിൽ നിന്ന് ഇനി നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റിൽ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന കിച്ചണിലേക്കാണ്. മനോഹരമായിട്ടുള്ള ഒരു കിച്ചണാണ് നമുക്കിവിടെ ലഭ്യമാക്കിയിരിക്കുന്നത്. കിഴക്ക് ഭാഗത്തേക്ക് തന്നെ തിരിഞ്ഞു നിന്ന് പാചകം ചെയ്യുവാൻ സൗകര്യം ലഭിക്കുന്ന കിച്ചണിന് ചേർത്ത് തന്നെ ഒരു വർക്ക് ഏരിയ ഫെസിലിറ്റിയും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു. വീടിൻ്റെ ബെഡ്റൂമുകളിലേക്കാണ് ഇനി നമ്മൾ നേരെ പ്രവേശിക്കുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂമും ഫസ്റ്റ് ഫ്ലോറിൽ 2 ബെഡ്റൂമുമാണ് നൽകപ്പെട്ടിരിക്കുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിലെ വലിയ വിശാലമായിട്ടുള്ള ഈ ബെഡ്റൂമിലും ഭംഗിയാർന്നിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകളും വലിയൊരു വാർഡ്രോബും നമുക്ക് കാണുവാൻ കഴിയും. ബാത്ത് അറ്റാച്ച്ഡായി പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂമിൽ നിന്ന് ഇനി നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീട്ടിലെ ഫസ്റ്റ് ഫ്ലോറിലെ വിശദാംശങ്ങളിലേക്കാണ്. സ്റ്റെയറിൽ ഗ്രാനൈറ്റും ടൈലും മിക്സ് ചെയ്താണ് നൽകപ്പെട്ടിരിക്കുന്നത്. കൈവരികൾക്കായി സ്ക്വയർ ട്യൂബും നൽകപ്പെട്ടിരിക്കുന്നു. ലാൻഡിംഗ് ഭാഗത്തായിട്ട് മനോഹരമായിട്ടുള്ള ഒരു പറകോളയും നൽകിയിട്ടുണ്ട്. നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ അപ്പർ ലിവിംഗ് ഏരിയ ഭാഗത്തേക്കാണ്. വിശാലമായിട്ടുള്ള വലിയൊരു ഹോൾ കണക്കെയാണ് ഈ ഭാഗം സൗകര്യപ്പെടുത്തിയിരിക്കുന്നത്. വലിയൊരു TV യൂണിറ്റ് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഭംഗിയാർന്നിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ ഈ ഭാഗത്ത് എമ്പാടും നൽകപ്പെട്ടിരിക്കുന്നു. മനോഹരമായി പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ വലിയൊരു ഹാളിൽ നിന്ന് അടുത്തായി നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ ബെഡ്റൂമുകളിലേക്കാണ്. ഫസ്റ്റ് ഫ്ലോറിലെ 1-ാമത്തേതും വീട്ടിലെ 2-ാമത്തേതുമായ ബെഡ്റൂമിലേക്കാണ് പ്രവേശിക്കുന്നത്. അത്യാവശ്യം വിശാലമായിട്ടുള്ള ഈ ബെഡ്റൂമിലും വലിയൊരു വാർഡ്രോബ് തന്നെ നമുക്ക് കാണുവാൻ കഴിയും. ബാത്ത് അറ്റാച്ച്ഡായി തന്നെയാണ് ഈ ബെഡ്റൂം സൗകര്യപ്പെടുത്തിയിരിക്കുന്നത്. ഇനി നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീട്ടിലെ അവസാനത്തേതും 3-ാമത്തേതുമായ ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമിലേക്കാണ്. ഭംഗിയാർന്ന ഫോൾ സീലിംഗ് വർക്കുകളും വലിയൊരു വാർഡ്രോബും നമുക്ക് ഈ ബെഡ്റൂമിലും കാണുവാൻ കഴിയുന്നുണ്ട്. ഗ്രൗണ്ട് ഫ്ലോറിലെ മാസ്റ്റർ ബെഡ്റൂമിനെ അനുസ്മരിപ്പിക്കും വിധം നീളത്തിലും വീതിയിലും നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ബെഡ്റൂമിൽ നിന്ന് ഇനി നമ്മൾ നേരെ പ്രവേശിക്കുക വീട്ടിലെ ബാൽക്കണി ഭാഗങ്ങളിലേക്കാണ്. ഗ്ലാസ് പാർട്ടീഷനുകൾ ചെയ്ത ഒരു ബാൽക്കണി എൻട്രൻസും ഡോറ് കൊണ്ടുള്ള ഒരു എൻട്രൻസുമാണ് നമുക്ക് ലഭ്യമാക്കിയിരിക്കുന്നത്.
അവിടെയും സ്റ്റീൽ ഡോറാണ് നൽകപ്പെട്ടിരിക്കുന്നത്. ഈ വീടിന് ഓണർ ആവശ്യപ്പെടുന്ന തുക 69 ലക്ഷം രൂപയാണ്. വില തീർച്ചയായിട്ടും നെഗോഷ്യബിളുമാണ്. ഗേറ്റഡ് വില്ല കമ്മ്യൂണിറ്റിയിൽ കുറഞ്ഞ വിലയിൽ ഒരു വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുവാൻ നിങ്ങൾ കാണുന്ന നമ്പറിൽ ഞങ്ങളുമായി ബന്ധപ്പെടാവുന്നതാണ്. ബാങ്ക് ലോൺ ഫെസിലിറ്റിയും നമ്മൾ മുഖാന്തരം ഏർപ്പാടാക്കി നൽകുന്നതാണ്.